പണ്ഡിത ശ്രേഷ്ഠർ തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദിനെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് തോട്ടുപൊയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഞ്ചേരിയിൽ നിന്നും 5 കിലോമീറ്റർ മാത്രമാണ് തോട്ടുപൊയിലേക്കുള്ളത്. പ്രശസ്ത പണ്ഡിതനും വാഗ്മിയും മുദര്രിസും സംഘാടകനുമായിരുന്നു മഹാനായ തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി. ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഉസ്താദ് സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി ഉസ്താദിൽ നിന്നും തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസിയെക്കുറിച്ച് ഒരുപാട് മദ്ഹുകൾ കേട്ടിട്ടുണ്ട്. തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദായിരുന്നു കുറ്റാളൂരിലെ ഞങ്ങളുടെ ഉസ്താദിൻ്റെ തൊട്ടുമുമ്പുണ്ടായിരുന്ന മുദരിസ്. ഇരുഭാഗവും മരങ്ങളാൽ നിറഞ്ഞ വിജനപാതയിലൂടെ സഞ്ചരിച്ച് ഞാൻ തോട്ടുപൊയിലെത്തി. ഇതാണ് തോട്ടുപൊയിൽ പഴയ ജുമുഅത്ത് പള്ളി. റോഡിൽ നിന്നും അല്പം താഴെയാണ് പള്ളിയുള്ളത്. സ്റ്റെപ്പിറങ്ങി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതു ഭാഗത്തായി ഉസ്താദിൻ്റെ ഖബർ കാണാം. മീസാൻ കല്ലിൽ ഉസ്താദിൻ്റെ പേരും വഫാത്തിൻ്റെ ഡേറ്റും എഴുതി വച്ചിരിക്കുന്നു. തൊട്ടടുത്ത് കാണുന്നത് ഉസ്താദിൻ്റെ ഉപ്പയുടെ ഖബറാണ്. ഹിജ്റ വർഷം 1375 റബീഉൽ ആഖിർ 25 അഥവാ 1955 ഡിസംബർ 10 ശനിയാഴ്ച വടക്കാങ്ങര മുഹയ്യദ്ദീൻ കുട്ടിമൊല്ല, വടക്കാങ്ങര ഫാത്തിമ ദമ്പതികളുടെ മകനായി തോട്ടുപൊയിലിൽ ജനിച്ചു. ജന്മനാട്ടിലെ മതഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ശേഷം 11-ാം വയസ്സിൽ സമീപ പ്രദേശമായ മഞ്ഞപ്പറ്റയിൽ കരുതലുമുണ്ട മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ ചേർന്ന് ദർസ് പഠനം ആരംഭിച്ചു. പിന്നീട് പ്രഗത്ഭ പണ്ഡിതനും സമസ്ത മുഷാവറ അംഗവുമായിരുന്ന മർഹൂം കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ ചേർന്ന് വർഷങ്ങളോളം പഠനം നടത്തി. തുടർന്ന് 1973 പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ 6-ാം ക്ലാസ്സിൽ ചേർന്നു. 4 കൊല്ലമാണ് അവിടെ പഠിച്ചത്. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കെ അബൂബക്കർ ഹസ്രത്ത് തുടങ്ങിയവരായിരുന്നു അവിടത്തെ ഉസ്താദുമാർ. 1978 ഫൈസി ബിരുദം നേടി പുറത്തിറങ്ങിയ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് 30 വർഷത്തോളം വ്യത്യസ്ത മഹല്ലുകളിൽ മുദര്രിസും ഖതീബും ഖാളിയുമായി മാതൃകാപരമായ സേവനം നടത്തി. അടുക്കും ചിട്ടയുമുള്ള ദർസി അധ്യാപനത്തിലൂടെ തൻ്റെ മുന്നിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ കഴിവുകളെ പരമാവധി പരിപോഷിപ്പിച്ച് അറിവും അച്ചടക്കവും ആദർശബോധവുമുള്ള മാതൃകാ പണ്ഡിതന്മാരാക്കി വളർത്തിയെടുത്തു. മർക്കസ് മുദരിസ് പിലാക്കൽ അബ്ദുൽ ബസീർ സഖാഫി, സുപ്രസിദ്ധ പ്രഭാഷകൻ വഹാബ് സഖാഫി മമ്പാട്, കാരയിൽ മുസ്തഫ സഖാഫി തന്നല, മർഹൂം സുലൈമാൻ സഖാഫി വടപുറം, ഇബ്രാഹിം ഫൈസി തോട്ടുപൊയിൽ, മൊയ്തീൻ സഖാഫി അഞ്ചച്ചവടി തുടങ്ങിയവർ ഫൈസി ഉസ്താദിൻ്റെ ശിഷ്യരിൽ പ്രമുഖരാണ്. കൂടാതെ പ്രാസ്ഥാനികവും സാമൂഹികവുമായ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്. വിനയം, ലാളിത്യം, സൗമ്യത, നിഷ്കളങ്കത, വിശാല മനസ്കത, സൂക്ഷ്മത, കൃത്യനിഷ്ഠത, ആദർശധീരത എന്നിവ ഉസ്താദിൻ്റെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ്. 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വെച്ച് SSF രൂപീകരിക്കപ്പെടുന്നതിന് 2 വർഷം മുമ്പ് തന്നെ അനൗദ്യോഗികമായി തൻ്റെ ഗുരുവായ കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ
ഏറനാട് താലൂക്ക് SSF രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തോട്ടുപൊയിൽ ഉസ്താദായിരുന്നു. ഹ്രസ്വവും വിശ്രമരഹിതവുമായ ജീവിതത്തിൽ പണ്ഡിതൻ, മുദരിസ്, സംഘാടകൻ, സാമൂഹ്യ പ്രവർത്തകൻ, പ്രബോധകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മഹാനായ തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ്. ഇൽമിനെയും ദീനിനെയും ജീവനെപ്പോലെ സ്നേഹിച്ചിരുന്ന ഉസ്താദ് അവർകൾ തൻ്റെ സ്വാധീന വലയത്തിലുള്ളവരെയെല്ലാം മുതഅല്ലിമുകളാക്കി. സമസ്ത, SYS എന്നിവയുടെ മലപ്പുറം ജില്ലാ നേതൃനിരയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. സമസ്ത കേന്ദ്ര മുഷാവറയിൽ തൻ്റെ പ്രമുഖ ഉസ്താദായിരുന്ന കാരക്കുന്ന് മമ്മദ് മുസ്ലിയാരുടെ വിയോഗത്തോടെ വന്ന ഒഴിവിലേക്ക് തെരഞ്ഞെടുത്തുള്ള കത്ത് നൽകപ്പെട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് മുഷാവറ ചേരുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടത്തെ വഫാത്ത് സംഭവിക്കുന്നത്. ഹിജറ വർഷം 1428 ദുൽഖഅദ് 30 അഥവാ 2007 ഡിസംബർ 10 തിങ്കളാഴ്ചയാണ് തോട്ടുപൊയിൽ അബ്ദുറഹ്മാൻ ഫൈസി വഫാത്താകുന്നത്. അള്ളാഹു മഹാനവരുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ.